സ്വന്തം സ്വത്വത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരെ സമൂഹമുയർത്തുന്ന വെല്ലുവിളിയെ തുറന്നുകാട്ടുകയാണ് അന്താരാഷ്ട്ര നാടകോത്സവത്തിലെത്തിയ കോണർ എന്ന നാടകം. സക്രിയയുടെ തേൻ എന്ന ചെറുകഥയും വിജയരാജ മല്ലികയുടെ ആത്മകഥയായ മല്ലികാവസന്തവും പൊറോട്ട നാടകവും പ്രേരണയാക്കി വരുൺ മാധവൻ ഒരുക്കിയ മലയാള നാടകമാണ് കോണർ. വേദിയിലൊരുക്കിയ പ്രത്യേക കോർണറിലാണ് നാടകത്തിന്റെ അവതരണം. കോർണറിൽ പതിപ്പിച്ച കണ്ണാടിയിൽ സമൂഹത്തെ തന്നെ തുറന്നുകാട്ടുന്നു. ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും വൈകാരികമായ അനുഭവ സംഘർഷങ്ങളിലൂടെയുള്ള ജീവിതം, കഠിനമായ അനുഭവങ്ങളെയും സമൂഹത്തിന്റെ രണ്ടാം നോട്ടങ്ങളെയും അതിജീവിച്ച കോകിലയുടെ കഥയാണ് കോർണർ. വയസ്സുവരെ മനു ജെ കൃഷ്ണനും പിന്നീട് വിജയരാജ മല്ലികയുമായി ജീവിക്കുന്ന മനുഷ്യാവസ്ഥയുടെ തുറന്നു പറച്ചിലാണ് മല്ലികാവസന്തം എന്ന പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയം. നാടകത്തിൽ സ്വന്തം സ്വത്വം തിരിച്ചറിഞ്ഞ് കോകിലയിലേക്ക് മാറാൻ ശ്രമിക്കുന്ന കഥാപാത്രം, അരികുവൽക്കരിക്കപ്പെട്ട വേദിയിൽ ആത്മസംഘർഷം നിറഞ്ഞ ജീവിതം തുറന്നുപിടിച്ച കണ്ണാടിയിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തി. ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ എത്രയൊക്കെ ആക്സെപ്റ്റൻസ് കിട്ടിയെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ വ്യക്തികളോട് സമൂഹത്തിനുള്ളൊരു നിലപാട് എല്ലാം ഒന്നും മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ അതിനോട് നീതി പുലർത്തുന്നതായിരുന്നു സത്യത്തിൽ ഈ നാടകം. അത്തരം വ്യക്തികളുടെ മാനസിക വ്യഥകളെക്കുറിച്ചും അല്ലെങ്കിൽ ലൈംഗികതയെക്കുറിച്ചും ഇതൊന്നും പൊതു ചർച്ചകളിൽ വെക്കാൻ പലപ്പോഴും മടിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ എത്രയൊക്കെ നമ്മൾ പുരോഗമനം പറഞ്ഞാൽ പോലും അതിനൊന്നും അത്രയധികം വേദികൾ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ കൊടുത്താൽ തന്നെ അതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആളുകൾ കുറച്ചൊക്കെ വിമുഖത കാണിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അങ്ങനെ ഒരു ശബ്ദം കൂടിയായിരുന്നു കോർണർ എന്ന് പറഞ്ഞാൽ, അവർക്ക് വേണ്ടി സംസാരിച്ച ഒരു നാടകമായിരുന്നു. പോൾ സക്രിയയുടെ തേനെന്ന ചെറുകഥയിലെ കരടിക്ക് കോകിലയോട് തോന്നുന്ന പ്രണയം മനുഷ്യ സമൂഹത്തിന്റെ പരമ്പരാഗത കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുന്നതാണ്. തനതു ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി പൊറാട്ട് നാടകങ്ങളുടെ ശൈലിയിലായിരുന്നു കോർണർ. ലിംഗഭേദത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചും കാണികളുടെ ചിന്തയിലേക്ക് പുതിയൊരു വെളിച്ചം കോർണർ നൽകുന്നു. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24.